കോൺവൊക്കേഷൻ വീഡിയോയുടെ പാർട്ട് 2ലേക്ക് സ്വാഗതം. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അത് കാരണം ഒറ്റ വീഡിയോയിലെല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കോൺവൊക്കേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്തു. പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോ സ്റ്റുഡൻസിനെ വീതം ഫ്രണ്ടിൽ വിളിച്ചിട്ട് അവർക്ക് ക്യാപ്പും പിന്നെ ആ സർട്ടിഫിക്കറ്റും ഹാൻഡ് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഹയയുടെ ഡിവിഷനാണ് ആദ്യം വിളിച്ചത്. UKG ലാവൻഡർ ക്ലാസ്സിലാണ് കേട്ടോ ഹയ. അപ്പോൾ ക്ലാസ് നമ്പറിൻ്റെ ഓർഡറിലാണ് കേട്ടോ പേര് വിളിക്കുന്നത്. അതനുസരിച്ച് ഓരോ സ്റ്റുഡൻസും പോയി വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ് നമ്പർ ഓർഡറിൽ ടീച്ചേഴ്സ് ലൈനായിട്ട് എല്ലാവരെയും പിടിച്ചിങ്ങനെ നിർത്തുകയാണ്. എല്ലാവരും സർട്ടിഫിക്കറ്റ്സ് വാങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ എന്നാലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം സ്റ്റുഡൻസിൻ്റെ, ഞങ്ങൾ ഷൂട്ട് ചെയ്ത അത്രയും സ്റ്റുഡൻസിൻ്റെ വീഡിയോസ് ഈ വ്ളോഗിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. കാരണം അവരൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യല്ലേ. അപ്പോൾ ഹയയുടെ ടേൺ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് നോക്കുകയാണ്. ഒരു 2-3 സ്റ്റുഡൻസിനെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ഹയയുടെ നമ്പറാണ് കേട്ടോ. അടുത്തപ്പോൾ ഹയയുടെ പേര് ഇപ്പം വിളിക്കുക. അതിന് ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഹയ മിഖായേൽ ലിജോ, അങ്ങനെ നമ്മുടെ ഹൈക്കോട്ടിൻ്റെ UKGയുടെ ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞിരിക്കുകയാണ്. ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കും, ഓ UKGയിലെ ഗ്രാജുവേഷനെയാണോ നിങ്ങൾ ഇത്രയും ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നതെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അവളുടെ ഓരോ മൊമെൻറ്റ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവൾക്കും ഇതുപോലെ അവളുടെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൽ നമ്മൾ കൂടെ ഉണ്ടാവുക, നമ്മൾ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അവളുടെ ഭയങ്കര സന്തോഷം കൊടുക്കുന്നത്. Now let's hear from our little graduate Haya Mikhayel Lijo. Round of applause please parents. Good morning everyone. I am Haya Mikhayel Lijo from UKG Lavender. Today is a happy day for all of us. We learned, played and made many friends. Thank you to our teachers and parents for helping us. അപ്പോൾ ഹയയുടെ പപ്പയ്ക്ക് ലീവില്ലായിരുന്നു. പെർമിഷൻ എടുത്താണ് കേട്ടോ അവളുടെ ഈ ഗ്രാജുവേഷൻ കാണാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഗ്രാജുവേഷനും അവളുടെ സ്പീച്ചും കേട്ട ഉടനെ തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ബൈക്ക് പറഞ്ഞ് പോവുകയാണ്. അതിനിടയിൽ നമ്മൾ 2-3 സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും കംപ്ലീറ്റ്ലി ഹാപ്പി. അങ്ങനെ പിന്നെ നമ്മളുടെ സർട്ടിഫിക്കറ്റും ഗ്രാജുവേഷൻ ഗൗണൊക്കെ ഇട്ട് കുറച്ച് സമയം ഷോ ഇറക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഹയയുടെ ക്ലാസ്സിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ നല്ല അച്ചടക്കത്തോടെ ഒരു ബഹളവും ഇല്ലാതിരുന്നതുകൊണ്ടായിരിക്കണം ഇവരെല്ലാവരും ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് അടുത്തുള്ള ഒരു ക്ലാസ് റൂമിലേക്ക് മാറ്റി കേട്ടോ. കാരണം അത്രയ്ക്ക് ബഹളമായിരുന്നു, കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞത് കണക്ക്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഹയയുടെ സ്കൂളിലെ റീജ ആൻറ്റിയെ കണ്ടത് കേട്ടോ. ഈ ആൻറ്റിക്കാണ് ഹയ മീഡിയ 1 ചാനലിൽ ജോലി വാങ്ങി കൊടുക്കാമെന്ന് വരെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതായിട്ട് പറഞ്ഞത്. LKG തൊട്ടേ അവൾക്ക് ആൻറ്റിമാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനൊക്കെ പോകുന്നും എല്ലാം ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം ആൻറ്റിമാർ വന്ന് പറയാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ ബഹളം ഉണ്ടാക്കിയത് കാരണം ഒരു ഡിവിഷനിലെ എല്ലാ കുട്ടികളെയും അടുത്തുള്ള ഒരു ക്ലാസ് റൂമിനകത്ത് ഇരുത്തിയൊക്കെയാണെന്ന്. പിന്നെ കുറേ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ട് ചിലയിടത്തൊക്കെ ഇങ്ങനെ ഇവരെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ നിർത്തുമ്പോൾ ഹയ നിൻ്റെ അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കേട്ടോ. മിക്ക ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സിലും ഞാൻ പോയി ഇതുപോലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ ഹായ് പറയാനും എല്ലാം ചെയ്യും. പിന്നെ ആ ക്ലാസ്സിലിരുന്ന് മിക്കവരും തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു സ്റ്റാൻഡൊക്കെ 2 പീസാക്കി ആ റിപ്പയർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഹയയുടെ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഹയ ഒരു സ്പെഷ്യൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തുകൊണ്ട് പോയതിൻ്റെ അതെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടത്. മനുഷ്യത്വമുള്ള ഒരു ഹൃദയം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. എൻ്റെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ബാക്കിയൊക്കെ അതിനോടൊപ്പം വരുമെന്നാണ് എൻ്റെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നല്ല മനസ്സുള്ള, നല്ല മനുഷ്യത്വമുള്ള കുഞ്ഞുമക്കളായി ഇവർ വളർന്നെങ്കിൽ മാത്രമേ പാരൻസിനും സമൂഹത്തിനുമൊക്കെ
ഏറ്റവും വിലപിടിപ്പുള്ള മക്കളായി മാണിക്യമായി കുഞ്ഞുങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ തിരക്കുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് ഇത്രയും തിരക്കുകളില്ലായിരുന്നു, ആർക്കും തിരക്കുകളില്ലായിരുന്നു. കുഞ്ഞുങ്ങളായിരുന്നു അവരുടെ തിരക്ക്. ഏറ്റവും തിരക്കുള്ള സമയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോഴും അവരെ നോക്കുന്ന കാര്യങ്ങളിലായിരുന്നു. ഇപ്പം ജോലിക്കിടയിലും നിങ്ങളുടെ പ്രാരാബ്ദങ്ങൾക്കിടയിലും കുഞ്ഞുങ്ങളെ കൂടി അതേപോലെ ശ്രദ്ധിക്കുക എന്നുള്ളതും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരുപോലെ എളുപ്പമുള്ള കാര്യവുമല്ല. നിങ്ങൾ അതിനായി അത്രയും ക്ഷമയോടെ നിന്നെങ്കിൽ മാത്രമേ ഇവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ടൈം അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഡിഗ്രിയൊക്കെ പഠിച്ച് ഗ്രാജുവേഷൻ ഡേയിൽ ഉള്ള ഒരു സന്തോഷമാണ് ഇപ്പോൾ ഒരു KG സെക്ഷൻ 2 വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ പല പ്രാവശ്യം ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങാനൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോണിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാനുള്ള ഒരു പരിപാടി എന്തെങ്കിലും വീടുകളിൽ ചെയ്യുക. പകരം ബുക്കുകളെ ഇഷ്ടപ്പെടാനും കഥകൾ കേൾക്കാനും സംസാരിക്കാനും വരെ പഠിപ്പിക്കണം. ചോദ്യം ചോദിച്ച് പഠിക്കണം, സംശയങ്ങൾ ചോദിച്ച് പഠിക്കണം. ഇതൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. എല്ലാത്തിനും അവർക്ക് സംശയമായിരിക്കും അല്ലേ? നിങ്ങൾ സംശയത്തിന് ഉത്തരം പറഞ്ഞ പോലെ നിങ്ങൾ മടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും സംശയം ചോദിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ഉത്തരം കൊടുക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് കുറച്ചുകൂടി അറിവുണ്ടാകാനും വളരാനും സംസാരിക്കാൻ പഠിക്കാനും റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കുകയുള്ളൂ. നല്ല ടാലൻറ്റഡ് ആണ് എല്ലാവരും. നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ കുറച്ച് പ്രോഗ്രാമൊക്കെയാണ് ഇവിടെ കാണിച്ചത്. ഓരോ ദിവസവും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പോയി ക്ലാസ്സുകളിലൊക്കെ കാണാറുണ്ട്. അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിദ്യ. UKG ലാബിൽ പഠിക്കുന്ന EKGയുടെ അമ്മയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് എല്ലാ പേരൻസിനെയും പോലെ തന്നെ ആകാംക്ഷ പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇവിടെ പ്ലേ ക്ലാസ് തൊട്ട് ഇവിടെയാണ്. അവളെ ഈ സ്കൂളിൽ നിന്ന് നമ്മൾ തമാശയ്ക്ക് പറയും മാറ്റുവാണെങ്കിൽ എന്നോ പറയുമ്പോൾ അവൾ പറയും ഇല്ല ഞാൻ പോകില്ല, എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും എല്ലാം ഇവിടെയാണ്, ഞാൻ ഇവിടെ മാറില്ല, ഞാൻ ഇവിടെ പോകുള്ളൂ എന്നാണ് പറയാറ്. അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത്. എല്ലാത്തിനും പുറകോട്ട് നിൽക്കും പേടിയൊക്കെ ആയിരുന്നു നോക്കും. പക്ഷേ ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ മെഡൽ ട്രോഫി എല്ലാം വാങ്ങിച്ചിട്ട് വരുമ്പോഴും എന്താണ് അവർക്ക് പിന്നെയും ഓരോ പ്രോഗ്രാമിന് പങ്കെടുക്കാനും അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൊടുക്കുകയും നമുക്ക് അവരുടെ ടൈം കഴിഞ്ഞാലും നമുക്ക് എന്ത് ആവശ്യത്തിന് അവരെ വിളിച്ചാലും അവർ ആ സ്പോട്ടിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഹോംവർക്ക് ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും തനിയും ചെയ്യാനും ഒക്കെ മോളിപ്പോൾ ശ്രമിക്കാറുണ്ട്. നല്ല സംശയങ്ങളൊക്കെ ചോദിക്കും. അറിഞ്ഞൂടെ ഞാനൊക്കെ തെറ്റായി പറഞ്ഞു കൊടുത്താൽ എനിക്ക് തിരിച്ച് പഠിപ്പിച്ചു ഇങ്ങനെയല്ല അങ്ങനെയാണെന്നുള്ള മറുപടിയിൽ ഇപ്പോൾ പറയാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്. അതിനെല്ലാം ട്രെയിനിങ് കൊടുക്കുന്ന ടീച്ചേഴ്സാണ്. അവർക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അവരുടെ ഓരോ പ്രോഗ്രാമിലും നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നോട്ട് നിൽക്കാതെ എല്ലാ കുട്ടികളും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നമ്മുടെ ടീച്ചേഴ്സിന് വളരെയധികം നന്ദി. Respected principal, vice principal, my dear teachers and my dear parents and my dear students. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും KG സെക്ഷൻ LKG UKG 2 വർഷം ഒരേ കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്നത് ഈ വർഷമാണ്. അപ്പോൾ ആ 2 വർഷം പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആദ്യമേ തന്നെ മിസ് ചെയ്ത് എനിക്ക് വളരെ സങ്കടമുണ്ട്. അവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ എൻ്റെ പേരൻസ് എന്ത് കാര്യം പറഞ്ഞാലും അവർ നോ എന്ന് എന്നോട് പറയാറില്ല. നോക്കട്ടെ ടീച്ചർ, അത് ചെയ്യാം. നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു 29 പേരൻസിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും ടീച്ചേഴ്സിൻ്റെ പേരിലും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും 29 മക്കളെയും ഞാൻ മിസ് ചെയ്യും. അവർക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നു. വേറെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ പാരൻസ് എല്ലാം പറഞ്ഞ റിവ്യൂ എല്ലാം ജെന്യൂനായിട്ടുള്ള റിവ്യൂസ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഈ സ്കൂളിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും പറയുന്നതല്ല. കാരണം ഞങ്ങളും ചിന്തിച്ചായിരുന്നു ഈ സ്കൂൾ മാറ്റുന്നതിനെ കുറിച്ചും. എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു സ്കൂൾ മാറ്റുന്നില്ലേ, ഇവിടെ തന്നെയാണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. കാരണം ഞങ്ങളുടെ വീടിരിക്കുന്നതിന് അടുത്തോട്ടുള്ള ലൊക്കേഷനിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളും പിന്നെ സിറ്റിയിലോട്ട് ഞങ്ങൾക്ക് ബസ് അവൈലബിൾ ആയിട്ട് ഏകദേശം സിറ്റിയിലുള്ള എല്ലാ സ്കൂൾസിൻ്റെയും ബസ്സും ഞങ്ങളുടെ വീടിനടുത്തൂടെ പോകുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും ചോദിക്കുന്നത് സ്കൂൾ മാറ്റുന്നില്ലേ എന്ന്. പക്ഷേ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ സ്കൂളിൽ എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കൊണ്ട് ഏൽപ്പിച്ച ടീച്ചറാണ് ഈ ബിന്ദു ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറും ഞാനുമായിട്ടും, ഞാനെന്ന് മാത്രമല്ല എല്ലാ പാരൻസുമായിട്ടും ഒരു സ്പെഷ്യൽ ബോണ്ട് തന്നെയുണ്ട്.
അപ്പം നമുക്ക് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്ത് കാര്യമായാലും എന്ത് ആവശ്യത്തിനായാലും ഇവൻ എന്തെങ്കിലും മെഡിസിൻസ് ഇവർക്ക് കൊടുത്ത് വിടുന്നുണ്ട്, അതൊന്ന് നോക്കിയേക്കണേന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ടീച്ചർ അത് നോക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് പറയും. ഈ ഒരു സ്കൂളിൽ ചേർത്തത് കൊണ്ടാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഏത് സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ക്ലാസ്സിൻ്റെ അടുത്തേക്ക് വരെയും പെർമിഷനുണ്ട്. അപ്പോൾ ഇവരായിരിക്കുന്ന ആ ഒരു സറൗണ്ടിങ്ങിനെ കുറിച്ച് നല്ലൊരു പിക്ചർ നമ്മളുടെ മനസ്സിലുണ്ടാവും. മിക്ക സ്കൂൾസിലും പാരൻസിനെ വെയിറ്റ് ചെയ്യാനായിട്ടൊരു വെയിറ്റിംഗ് ഏരിയ കാണും. അങ്ങോട്ട് മാത്രമേ കുട്ടികളെ കൊണ്ടുവരത്തുള്ളൂ. അല്ലാതെ ഇവരുടെ ക്ലാസ് റൂമിൻ്റെ അടുത്തേക്കൊന്നും ഒരു പെർമിഷനും ഇന്നത്തെ കാലത്ത് മിക്ക സ്കൂൾസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഗ്രാജുവേഷൻ സെറമണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എല്ലാ തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എലോങ് വിത്ത് സ്റ്റഡീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഇതിന് മുന്നേയൊക്കെ സ്കൂളിലെ പല പല വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അതോടൊപ്പം സ്പോർട്സ്, ഗെയിംസ് എല്ലാം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹയയുടെ അടുത്ത് ചെന്ന് നമുക്ക് ഈ സ്കൂളൊന്ന് മാറിയാലോ ആയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ബിന്ദു ടീച്ചറും ഇവിടെ അല്ലേ, പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാന്നും ചോദിച്ചിട്ട് ഹയ എന്നെ ഓട്ടിക്കും. ഇത് തന്നെയാണ് എല്ലാ പാരൻസും അവിടെ റിവ്യൂ ടൈമിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഗ്രാജുവേഷൻ ഡേ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.